Yes. Hello everyone, welcome you all to Mridha Vlogs. Yes, hello. നമ്മൾ എത്തിയിട്ട് ഡേ 1 ആണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ മെയിൻ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വിനോദത്തിന്റെ കോൾ മൈൻസ് വിസിറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ വിനോദൻ കോൾ മൈൻസിനെ കുറിച്ച് ഒരു ഇൻട്രോ പറയൂ. കോൾ മൈൻസ് എന്ന് പറഞ്ഞാൽ കൽക്കരി എല്ലാവർക്കും അറിയാവുന്ന ഒരു സാധനമായിരിക്കും. നമ്മൾ ഈ ഡൊമസ്റ്റിക് യൂസിലും പിന്നെ തെർമൽ പവർ സ്റ്റേഷനിൽ ഏറ്റവും മെയിൻ സോഴ്സ് ഓഫ് എനർജി എന്ന് പറഞ്ഞ് യൂസ് ചെയ്യുന്നത് കോളാണ്. COAL. അപ്പൊ ഈ കോൾ കത്തിച്ചിട്ടാണ് നമ്മൾ അതിൽ നിന്ന് എനർജി ഉണ്ടാക്കുന്നത് അല്ലേ? യെസ്. അപ്പോൾ ഈ കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാച്ചുറൽ സോഴ്സാണ്. ഭൂമിയുടെ എത്ര അടി താഴെയാണ് ആ കോൾ എന്ന് പറയുന്ന സാധനം കിടക്കുന്നത്. അപ്പോൾ ഈ കോളിനെ പുറത്തോട്ട് എടുക്കുന്ന വിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനിങ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. മൈനിങ് 2 ടൈപ്പ് ഓഫ് മൈനിങ് ആണ് നമ്മളെ ഇൻഡസ്ട്രി. കോൾ ഇന്ത്യ എന്ന് പറഞ്ഞ് ഒരു പബ്ലിക് സെക്ടർ യൂണിറ്റാണ്, PSU ആണ് ഇത് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഈ കോള് പുറത്തോട്ട് എടുക്കുന്നത് അത് മൈനിങ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഈ മൈനിങ് ചെയ്യുന്ന 2 രീതിയുണ്ട്. ഓപ്പൺ കാസ്റ്റ് മൈനിങ് എന്ന് പറയാം, അണ്ടർഗ്രൗണ്ട് മൈനിങ് എന്ന് പറയാം. അണ്ടർഗ്രൗണ്ട് മൈനിങ്ങിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗുഫ പോലെ ഭൂമിയുടെ അകത്ത് നമ്മളിങ്ങനെ കാനൽ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് പോവും. കേവ് പോലെ ഇങ്ങനെ താഴെ അകത്തോട്ട് പോകും. എത്രയേ അടി താഴെ പോകുന്നതായിരിക്കും. അങ്ങനെ കുറേ അടി താഴെ പോയതിന് ശേഷം അവിടെ നിന്ന് കോല് നമ്മൾ എക്സ്കവേറ്റ് ചെയ്ത് മുകളിലോട്ട് കൊണ്ടുവന്ന് പിന്നെ അതിന് നമ്മളുടെ ഈ കാര്യങ്ങൾക്ക്. പിന്നെ ഓപ്പൺ കാസ്റ്റ് മൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല, അണ്ടർഗ്രൗണ്ട് ആണ് റിസ്കി. കാരണം കുറെ കൂടുതൽ ഡെപ്ത് ആണെങ്കിൽ ആൾക്കാർ പ്രിഫർ ചെയ്യാൻ അണ്ടർഗ്രൗണ്ട് മൈനിങ് ആണ്. പക്ഷേ ഓപ്പൺ കാസ്റ്റ് മൈനിങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ട്രിപ്പിംഗ് റേഷ്യോ എന്ന് പറഞ്ഞാൽ കൂടുതൽ ഡെപ്തിലായിരിക്കില്ല. എന്നാലും ഇന്നത്തെ കാലത്ത് ഡെപ്തിൽ ഓപ്പൺ കാസ്റ്റ് മൈനിങ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഓപ്പൺ കാസ്റ്റ് മൈനിങ് ആണ് കൂടുതൽ പ്രിഫർ ചെയ്യാൻ. ഓപ്പൺ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ഇങ്ങനെ മുകളിൽ മണ്ണ് എല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷം ഒരു സൈഡ് ഡംപ് ചെയ്തതിന് ശേഷം പിന്നെ അവിടെ നിന്ന് നമ്മൾ കോല് ഇത് ചെയ്യുക. അപ്പോൾ നമുക്ക് പോയി കാണാം, അവിടെ മൈൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഓരോ രീതിയായിട്ട് ഞാൻ അതിൻ്റെ ഏതൊക്കെയാണ് സിസ്റ്റം നമ്മളുടെ ഇവിടെ മൈൻ മാനേജറും കാണും ചിലപ്പം കൂടെ, അല്ലെങ്കിൽ ഏതെങ്കിലും സേഫ്റ്റി ഓഫീസർ നമ്മളുടെ ഇവിടെ കാണും. അവരെല്ലാം വിസ്താരമായിട്ട് എല്ലാം കാണിച്ചു തരാം എന്താണെന്നുള്ളത്. ഇത് നമുക്ക് എങ്കിൽ പോവാം. ഓക്കെ അല്ലേ? ഇത്രയൊക്കെ പറഞ്ഞ് ഒപ്പിച്ചറിയാനാ എനിക്ക് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഡംപിങ് ഇതിനേക്കാൾ നല്ലതായിട്ട് അവിടെ ചെന്നതിന് ശേഷം കാണാം. ഈ മലയുടെ മുകളിലെ ആൾക്കാർ 2 പുലി ഒന്നിച്ച് കണ്ടിട്ടുണ്ട്. ആ മുകളിലെ മരങ്ങൾ അകം മൊത്തം കാടാണ്. ഇത്രയൊന്നുമില്ല, ഇതിന്റെ 4 ഇരട്ടി ഹൈറ്റല്ലേ കൊന്നാണ്. ഇത് ഗ്രൗണ്ട് ലെവലിന്റെ മുകളിൽ കാണുന്ന എല്ലാം പൊടിച്ച് കയറി ഇട്ടേക്ക്. അപ്പുറത്ത് മൈൻസ് ആണ്. സോയിൽ, ബ്ലാക്ക് കോട്ടൺ, അങ്ങനെ പറഞ്ഞു 3-4 സ്ട്രക്ചർ, മണ്ണിന്റെ ഓരോ സ്ട്രക്ചേഴ്സ് ആണ്. അപ്പോൾ ഓരോ സ്ട്രക്ചറിനെ ഏത് ലെവലിൽ എങ്ങനെയാണ് ഡംപ് ചെയ്യാനുള്ള അതിൻ്റെ ഇതാണ് പ്രൊഫൈലുണ്ട്. പൈപ്പ് എംടി ആയിട്ട് തിരിച്ചങ്ങോട്ട് വരിക. പക്ഷെ അത് പൈപ്പല്ല, അത് കൺവെയർ ബെൽറ്റാണ്. കൺവെയർ ബെൽറ്റ് എന്ന് പറഞ്ഞൊരു ബെൽറ്റാണ്. അത് ഇങ്ങനെ ഇരിക്കും. ആ റോളർ വന്ന് അതിൻ്റെ 4 സൈഡ് റോളർ കാണുന്നുണ്ടല്ലോ. ഇത് കണ്ട wife and both are acting in serial in Kerala and in lead role. മൈൻസിൽ പോകാൻ വലിയ വണ്ടികൾ പോകാനും ചെറിയ വണ്ടികൾ പോകാനും 2 ടൈപ്പ് വഴിയാണ്. എല്ലാ വഴിയിൽ കൂടെ എല്ലാ വണ്ടിയും പോകാൻ പെർമിഷൻ ഇല്ല. എല്ലാം സേഫ്റ്റിയാണ്. കണ്ടോ കൊണ്ടുപോകുന്നത്. ഇത് മൊത്തം കോൾ സ്റ്റോക്കാണ്. ഇത് കാണുന്നത് മൊത്തം കോൾ സ്റ്റോക്കാണ്. കോൾ സ്റ്റോക്ക് എക്സ്കവേറ്റിംഗ് ഫ്രം സ്പേസ്. കോളിനെ ലോഡ് ചെയ്യാം. അവിടെ ആ കാണുന്ന ഇതിന് ഡംപറിനാണ് പറയുന്നത്. ഡംപർ, ഹെവി എർത്ത് മൂവേഴ്സ് അതല്ലേ. ഡംപേഴ്സ് ചെയ്യുന്ന അവിടെ ഡംപ് ചെയ്യാം. പിന്നെ ഈ കോള് സപ്ലൈ ചെയ്യാം CTPS. അത് ഗ്രേഡർ മെഷീനാണ്. അത് റോഡ് ലെവൽ ചെയ്യാൻ വേണ്ടി ആ മെഷീനുണ്ട്. റോഡ് കട്ട് ചെയ്ത് ലെവൽ ചെയ്തുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ഇതെല്ലാം ഓഫ് റോഡ് പോലെയല്ലേ മൊത്തം. ഇതിനെ റെഗുലർ ലെവൽ ചെയ്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ വണ്ടി ഓടാൻ പാടാണ്. അത്
പ്രൈവറ്റ് കോൺട്രാക്ടറിൻ്റെ വണ്ടിയാണ്. ഇത് ഔട്ട്സോഴ്സിംഗ് ആണ്. നമുക്ക് ഇത്രയും മാത്രം ചെയ്യാൻ ഒക്കാത്ത കാരണം നമുക്ക് അത്ര കപ്പാസിറ്റി ഇല്ല. ഇത്രയും നിറച്ചിട്ട് ഇത് വാട്ടർ ടാങ്കറാണ്. ഈ വാട്ടർ ടാങ്കറാണ്. ഇതിൽ വെള്ളം നിറയ്ക്കും. ആ വീടാണ് വെള്ളം. പിന്നെ റോഡിൽ സ്പ്രെഡ് ചെയ്യും പൊടി വരാതെ ഇരിക്കാനും. കണ്ടോ, അതിൽ സ്പ്രിങ്ക്ലർ ഉണ്ട് രണ്ട് സൈഡ് ഇങ്ങനെ. കുട്ടിയമ്മ അവിടെ നോക്ക്, വലിയ കുഴിയാണ് കുഴി എടുത്ത് വെച്ചിരിക്കുന്നു. അകത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അറിയോ, നമുക്ക് അറിയാൻ നോക്കാനല്ല, നമ്മൾ അകത്തോട്ട് പോവുകയാണ്. നമ്മുടെ ലെവൽ അവിടെയാണ്, ഗ്രൗണ്ട് ലെവൽ. അത് മുകളിലാണ്. വേറെ ഏതോ കൺട്രിയിലെത്തിയ പോലെ ഉണ്ട് അല്ലേ? मेहमानों के साथ में हाँ पॉइंट आया. കോട്ടൺ കാണുന്നു, കോട്ടൺ കൾട്ടിവേഷൻ. ചെടിയിൽ നിന്നും ഫോക്കസ് ആയില്ല. അവിടെ മുള്ളുണ്ട്. അതുവഴി പതിപ്പോ. എന്തോന്നാണ് ഇതിനോട്ട് പറഞ്ഞോ? ഞാനൊന്നും പറയില്ല. പലാസ് എന്ന് പറഞ്ഞ ചെടിയുണ്ടല്ലോ, ചുവപ്പ് കളറ്. ആദ്യം ചോപ്പിക്കാനൊക്കെ യൂസ് ചെയ്യുന്ന മരമാണത്. അതിൻ്റെ പൂവുണ്ടാകുന്ന ചുവന്ന കളറും പെയിൻറ്റിങ്ങും പിന്നെ പെണ്ണുങ്ങൾ ഈ ശൃംഗാരം എല്ലാം ചെയ്യാൻ ചുവപ്പ് കളർ എടുക്കുന്നത് ഈ മരത്തിൻ്റെ പൂവാണ്. പെണ്ണുങ്ങൾ എങ്ങനെ ശൃംഗാരം ചെയ്യുന്നത്? അത് പെണ്ണുങ്ങളുടെ അടുത്ത് ചോദിച്ചാൽ ഇങ്ങനെ വിഷ്ണു കാണിച്ചു പെണ്ണുങ്ങൾ എങ്ങനെ ശൃംഗാരം നെനു കാണിക്ക്. ഓ അയ്യോ, ഇങ്ങനെ ശൃംഗാരം. അയ്യോ, അതാ ശൃംഗാരം. ഓഫ് റോഡ് പോവാ നമ്മള്. അയ്യോ ഹബേ. നമ്മള് വേറെ വഴി കൂടെയാണ് നമ്മൾ പോകുന്നത്. കണ്ടോ, ഇവിടെയാണ് എൻ്റെ ചേച്ചി വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ ചേച്ചീനെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. കണ്ടോ, തിളച്ചു മറിയുന്ന 2 ബോയിലറുകൾക്ക് നേരെ ഓപ്പോസിറ്റാണ് ചേച്ചിയുടെ കോളേജ്. ആരത്? അപ്പം നമുക്ക് ചേച്ചീനെ കാണാൻ പോവാം. അമ്മു റെഡി? ഞാൻ ഈ കോളേജിൽ വന്നത് 2010 LLM കോൺസ്റ്റിറ്റ്യൂഷണൽ ലോയിലും അഡ്മിനിസ്ട്രേറ്റീവ് ലോയിലും ചെയ്യാൻ വേണ്ടി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫാക്കൽറ്റി ആയിട്ട് ഇപ്പോൾ LLMൻ്റെയും റിസർച്ച് സെൻറ്ററിൻ്റെയും പ്രാക്ടിക്കൽസിൻ്റെയൊക്കെ കോർഡിനേറ്ററായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നു. ഞാൻ 12 വർഷമായി ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇവിടുത്തെ കോളേജും ഇവിടുത്തെ സ്റ്റുഡൻസും ഒക്കെ എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ ടീച്ചിങ് സ്റ്റാഫും വളരെ നല്ലതാണ്. നന്ദിത നായർ, PG ഡിപ്ലോമ ഇൻ സൈബർ ലോ ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, 2018-19 ഫസ്റ്റ് മെറിറ്റ്, 8.40 മാർക്ക്. എത്ര 10-ല്? കണ്ടാ, അച്ചീവ്മെന്റ് ലിസ്റ്റിൽ ചേച്ചിയുടെ പേരൊക്കെ വന്നിരിക്കുന്നുണ്ട്. ഗോൾഡ് മെഡലിസ്റ്റ് ആയിരുന്നു. അതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ PG ഡിപ്ലോമ ചെയ്തു 1 വർഷം സൈബർ ലോയിൽ, അതിലും ഫസ്റ്റ് മെറിറ്റ്. കണ്ടോ, ചേച്ചിയൊക്കെ സ്കൂളിലും കോളേജിലൊക്കെ ഞാനായിരുന്നു ഫസ്റ്റ്. എന്ത് ചെയ്യാൻ, ഞാൻ പിന്നെ പഠിത്തം തുടർന്നില്ല. MBA കഴിഞ്ഞപ്പോഴേ നിർത്തി. അപ്പോൾ നമ്മൾ ഇന്ന് വൈകുന്നേരം എത്തിയിരിക്കുന്നത് ചന്ദ്രപൂരിലുള്ള മഹാകാളി മന്ദിറിലാണ്. ഇവിടുത്തെ ചന്ദ്രപൂരിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അമ്പലമാണ്, മന്ദിറാണ് മഹാകാളി മന്ദിർ. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 300 വർഷം പഴക്കമുള്ള അമ്പലമാണിത്. അപ്പം മഹാകാളി മന്ദിറിൽ നമ്മൾ അകത്ത് കയറിയിട്ട് ഒരു ദേവി ദർശനമുണ്ട്. അത് കഴിഞ്ഞ് ഗർഭഗൃഹം എന്ന് പറഞ്ഞിട്ട് താഴെ ഗുഹയിൽ കൂടെ പോയിട്ട് ദേവി കിടന്ന് ഉറങ്ങുന്ന ഒരു സ്ഥലം കൂടെ ഉണ്ട്. അപ്പോൾ അത് രണ്ടും നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ അകത്ത് കയറിയിട്ട് കാണാം, അല്ലാന്നുണ്ടെങ്കിൽ പുറത്ത് നിന്ന് ജസ്റ്റ് ഞാനൊന്ന് ഓട്ടിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇത് മഹാകാളി മന്ദിർ അല്ലേ? അതെ. അപ്പോൾ ചന്ദ്രപൂരിൽ നമ്മൾ വന്നിട്ട് മഹാകാളി മന്ദിറിലെ ദർശനത്തിന് വന്നിരിക്കുകയാണ്. അപ്പോൾ അമ്പലത്തിലൊക്കെ പോയി തൊഴുതിട്ട് വരാം കേട്ടോ.
അപ്പൊ അങ്ങനെ നമ്മള് മഹാകാളി മന്ദിറിലൊക്കെ തൊഴുതിട്ട് വിനോദന്റെ വീട്ടില് ഒരു ഗെറ്റ് ടുഗദറിന് വന്നിരിക്കുകയാണ് അല്ലേ? ഇവിടെ വിനോദന്റെ വീട്ടില് വിനോദന്റെ അമ്മ, വിനോദന്റെ അനിയൻ രാജേഷ് ഭയ്യയുടെ വൈഫ്, 2 പിള്ളേര്, പിന്നെ ഇവരുടെ കോൾ മൈൻസിൽ വർക്ക് ചെയ്യുന്ന 2 ഫ്രണ്ട്സ്, അവരുടെ ഫാമിലി എല്ലാവരും ഉണ്ട്. അപ്പൊ ജസ്റ്റ് എല്ലാവരും ഒന്ന് ഓട്ടിച്ച് കാണിച്ചു തരാം. ഈ വീട്ടിനകത്ത് എത്ര പേരാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് ഇപ്പൊ കാണിച്ചു തരാം. കണ്ടോട്ടോ. ഓ കണ്ടാ എന്താ ആൾക്കാരാണെന്ന് കണ്ട. വിനേഷ് നായർ ഇതിന്റെ അകത്ത് കണ്ട. ഇവിടെ വേറെ പാർട്ടിയാണ്, വേറെ പാർട്ടി. കണ്ടോ ഇവിടെ അടുക്കളയില് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടാ സൂപ്പർ. ഇത് വിനോദന്റെ അനിയത്തിയാണ് ചിത്ര ചേച്ചി. ഇത് രാജേഷ് ഏട്ടന്റെ വൈഫ് പൂനം ഭാബി. മരമൊന്നുലെത്തുവാൻ മോഹം യെസ്, നമ്മൾ അങ്ങനെ ചന്ദ്രപൂരിലെ വേറൊരു മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള തഡോബ ടൈഗർ നാഷണൽ പാർക്കിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ആൻഡ് രാവിലെ 4:30 നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി 5:30 ഒക്കെ ആയപ്പോ ഞങ്ങൾ ഇവിടെ എത്തി. ഒരു 6-6:30 ആയപ്പോഴേക്കും നമ്മൾ കയറി അല്ലേ നമ്മളുടെ 6-6:30 ആയപ്പോഴത്തേനും നമ്മൾ ഇവിടുത്തെ അവരുടെ സഫാരി വണ്ടിയിൽ കയറി നമ്മൾ കുറേ ദൂരം പോയി ആദ്യം കുറേ പക്ഷികളെയൊക്കെ കണ്ടു, പിന്നെ കുരങ്ങന്മാരെയൊക്കെ കണ്ടു, പിന്നെ ടൈഗറിനെ കാണാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ഭയങ്കര ടെൻഷനിലായിരുന്നു. പിന്നെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ തിരിച്ചു വരാൻ നേരത്ത് ഒരു 15 മിനിറ്റ്സ് മുമ്പ് തിരിച്ച് വെളിയിലോട്ട് ഇറങ്ങുന്നതിന് 15 മിനിറ്റ്സ് മുമ്പ് നമ്മൾ ടൈഗറിനെ സൈറ്റ് ചെയ്തു. അടിപൊളി സൈറ്റിംഗ് ആയിരുന്നു. ഒരു ചെറിയ പോണ്ടിനകത്ത് ടൈഗർ ഇങ്ങനെ കിടക്കുന്നതായിരുന്നു. ആദ്യം ചെവി, കണ്ണ്, പിന്നെ തല, പിന്നെ നമ്മൾ കുറേ സമയം നമ്മളവിടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ആള് ഫുൾ രൂപം ഒന്ന് കാണിച്ചത്. തനു എങ്ങനെ ഉണ്ടായിരുന്നു? പിന്നെ നടന്നു വന്നു. നമ്മള് ടൈഗറിന്റെ കൂടെ വണ്ടിയിൽ ഇങ്ങനെ വരായിരുന്നു. അടിപൊളി സൈറ്റിംഗ് ആയിരുന്നു, സൂപ്പർ ആയിരുന്നു. നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഫ്രണ്ടില് ഡെസ്കിൽ നമ്മൾ മൊബൈൽ എല്ലാം സറണ്ടർ ചെയ്യണം, എന്നിട്ട് മാത്രമേ അകത്തോട്ട് കയറ്റുള്ളൂ. പിന്നെ പ്രൊഫഷണൽ ക്യാമറാസ് ഇവിടെ റെന്റിന് കിട്ടും, അതെടുത്തിട്ട് മാത്രമേ ഫോട്ടോയും വീഡിയോയും വേണമെങ്കിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ പ്രൊഫഷണൽ ക്യാമറ റെന്റിന് എടുത്തിട്ട് കുറച്ച് ഫോട്ടോസ് ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, അത് നമ്മൾ ഇതിൽ കാണിച്ചു തരാം. നമ്മളുടെ ഫസ്റ്റ് തഡോബ എക്സ്പീരിയൻസിൽ തന്നെ നമുക്ക് ടൈഗർ സൈറ്റിംഗ് കിട്ടി. സഫാരിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫുഡ് കഴിക്കാനായിട്ട് വന്നേക്കാണ്. നേരെ ഓപ്പോസിറ്റ് ഉള്ളത് ഈ ഒരു കുഞ്ഞു കടയുണ്ട് കേട്ടോ. അവിടെ നിന്ന് ആക്ച്വലി ഏട്ടൻ പോഹ കഴിക്കുകയാണ്, ഞാൻ എഗ് മാഗി പറഞ്ഞേക്കുവാണ്. സോ ഓർഡർ ചെയ്തിട്ടിരിക്കുന്നു. പോഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവിൽ ഉപ്മാവ്, അതിനകത്ത് കുറച്ച് മിക്സറിന്റെ സംഭവങ്ങള്, കുറച്ച് എന്താ പറയാ സവാള, മിക്സർ ഐറ്റംസ്. മറ്റേ സാധനത്തിന്റെ പേരെന്താ? എന്താണ്? എനിക്കറിയാം, ഓമപ്പൊടി, കുറച്ച് ഓമപ്പൊടി, കപ്പലണ്ടി, അതെല്ലാം വെതറിയിട്ടുള്ള ഒരു സാധനമാണ്. അടിപൊളി സംഭവമാണ്. നമ്മൾ വേറൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഈ ട്രിപ്പിന് പോയത് നമ്മൾ 6 പേര് ചേർന്നാണ്. 6 പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാന്, അമ്മു, നന്ദിത, വിനോദന്റെ അനിയൻ രാജേഷ് ഭയ്യ, പിന്നെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് കൂടെ ഉണ്ട്. അതാണ് നമ്മുടെ സുമീത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആള് വേറൊരു സെലിബ്രിറ്റിയാണ്. സുമീത് ഈസ് നോൺ ആസ് ദ ബേർഡ് മാൻ ഓഫ് തഡോബ. അങ്ങനെയാണ് പുള്ളിനെ അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് പുള്ളിനെ അങ്ങനെ അറിയപ്പെടുന്നത് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി 200-ലേറെ പക്ഷികളുടെ ശബ്ദം എടുക്കും. അപ്പൊ ആ ശബ്ദം കേട്ടിട്ട് റിയൽ ആയിട്ടുള്ള ആ പക്ഷികൾ അട്രാക്ട് ആവും. അങ്ങനെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സെലിബ്രിറ്റിയാണ് ചന്ദ്രപൂരിലെ. അപ്പൊ ആളുടെ ഷോ എല്ലാ ദിവസവും വൈകിട്ട് 6:30 ഇവിടെ തഡോബയിൽ തന്നെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു 2 സൗണ്ട് എക്സാമ്പിൾ നമ്മുടെ
വ്യൂവേഴ്സിന് വേണ്ടിയിട്ട്. ये छोटा सा साउंड में सुनाया, बट ये प्रॉपरली शो रहता है 2 hours का, तो उसमें बेस्ट मजा आता है. അതാണ് 2 മണിക്കൂറത്തെ കിടിലൻ ഷോ ഉണ്ട്. അപ്പൊ അതിൽ നമുക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാം. പിന്നെ ഇതിൽ വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുള്ളി എന്ന് പറഞ്ഞാൽ ആരാണെന്ന് അറിയാമോ? എന്റെ ചേച്ചിയുടെ സ്റ്റുഡന്റ് ആണ്. എന്റെ ചേച്ചിയുടെ ലോ അക്കാഡമിയിൽ ലോ കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡന്റ് ആണ്. അപ്പൊ അങ്ങനത്തെ ഒരു സ്പെഷ്യാലിറ്റി കൂടെ ഉണ്ട്. അപ്പൊ പുള്ളിയുടെ കൂടെ നമുക്ക് തടോബ ടൈഗർ റിസർവ് ഫോറസ്റ്റ് കാണാൻ പറ്റിയത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. അതുപോലെ തന്നെ നമുക്ക് ടൈഗർ സൈറ്റ് സീയിങ് കിട്ടി. സോ നമ്മൾ കംപ്ലീറ്റ്ലി ഹാപ്പിയാണ് അല്ലേ? പിന്നെ അത് മാത്രല്ല, ആളുടെ ബാക്കിയുള്ളത് അറിയണമെങ്കിൽ ആൾക്ക് തന്നെ യൂട്യൂബ് ചാനൽ എങ്ങാണ്ടുണ്ട്. യൂട്യൂബ് ചാനൽ ഉണ്ട്, ഇൻസ്റ്റാ, ഫേസ്ബുക്ക്. യൂട്യൂബ് ചാനൽ നെയിം ബർഡ്മാൻ സുമേത്. ബേർഡ്മാൻ സുമിത് എന്നാണ് യൂട്യൂബ് ചാനൽ. യെസ്, അല്ലെങ്കിൽ ചുമ്മാ സിമ്പിൾ യൂട്യൂബില് ബേർഡ്മാൻ ഓഫ് തടോബ എന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ തന്നെ പുള്ളിനെ കിട്ടും. യെസ്. ഓക്കെ, അപ്പൊ ഏട്ടാ നമ്മുടെ മാഗി ആയോ? മാഗി ആയിക്കൊണ്ടിരിക്കുന്നു. അതെ, ഇപ്പൊ ആവും. ചായ ചായ ഇപ്പം വരും. ഓക്കെ. ദാനു, ടൈഗറിനെ കണ്ടോ? ദാനു, ടൈഗർ എങ്ങനെയാ കാണിച്ചത്? ടൈഗർ ഇങ്ങനെയാ വരണേ. ടൈഗറിന്റെ ബോഡിയിലൊക്കെ എന്തൊക്കെ ഉണ്ടായിരുന്നു? ബ്ലാക്ക് കളർ. ആ, ഇത് ചന്ദ്രപൂരിലെ ശിവാർ എന്ന് പറഞ്ഞൊരു ഹോട്ടലിലാണ്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും ഫേമസ് ഡിഷാണ് ഈ സാത്ത് ബാരാ താലി എന്നാണ് ഇതിന് പറയുന്നത്. 7-12 സാത്ത് എന്ന് പറഞ്ഞ 7-12 താലി. ഇതിൽ പല ഐറ്റംസ് ചിക്കൻ്റെ തന്നെ അവർ നമുക്ക് തന്നിട്ടുണ്ട്. മട്ടൻ, ചിക്കൻ, അങ്ങനെ 2 ടൈപ്പ് കിട്ടും. ഞങ്ങൾ ഓർഡർ ചെയ്തിരിക്കുന്നത് മട്ടൻ താലിയാണ്, സാത്ത് ബാരാ താലി. ഈ കാണുന്നതാണ് മട്ടൻ സൂപ്പ്. ഈ കാണുന്നത് റോസ്റ്റ്. ഇത് ഗീ റോസ്റ്റ് എന്ന് പറയും, മട്ടൻ ഗീ റോസ്റ്റ്. ഇത് സ്റ്റൂ, ഇത് നമ്മുടെ നാട്ടിലെ സ്റ്റൂ ടൈപ്പ്. ഇത് കളേജി ടൈപ്പ് അവരുണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്, ലിവറിൻ്റെ. പിന്നെ ഇത് മുട്ടക്കറി. പിന്നെ ഇത് ബീട്രൂട്ടിൻ്റെ കടി എന്നാണ് പറയുന്നത്. ബീട്രൂട്ടും തൈരും കൂടി മിക്സ് ചെയ്തിട്ട് അവരൊരു ഐറ്റം ഉണ്ടാക്കുന്നതാണ്. ആൻഡ് ലാസ്റ്റ് ഗുലാബ് ജാമുൻ. ഇത്രയും ഐറ്റമാണുള്ളത്. ജവാരി റൊട്ടി. ഇതിൽ ബാക്കർ എന്ന് പറയും, ബാക്കർ. ദിസ് ഈസ് ബാക്കർ ആൻഡ് ഇറ്റ് ഈസ് ദ വൺ ഓഫ് ദ മെയിൻ കോഴ്സ് ഓഫ് മഹാരാഷ്ട്രിയൻ. ഇത് കൈ കൊണ്ട് പരത്തണതല്ലേ? കൈ കൊണ്ട് പരത്തണ സാധനമാണ്.
യെസ്, അപ്പൊ നമ്മളിത് 2-3 ദിവസത്തെ അടിപൊളി ചന്ദ്രപൂർ ലൈഫിന് ശേഷം ചേച്ചിയുടെ അടുത്തും അളിയന്റെ അടുത്തും ടാറ്റ പറഞ്ഞ് നേരെ നാഗ്പൂരിലേക്ക് പോവാണ്. നാഗ്പൂരിൽ വിനോദന്റെ അനിയത്തി ചിത്ര ചേച്ചിയുടെ വീടുണ്ട്, എയർപോർട്ടിന്റെ അടുത്താണ്. അതാണ് നമുക്ക് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം പിറ്റേ ദിവസം രാവിലെ നമ്മള് എയർപോർട്ടിൽ നാഗ്പൂർ ടു ബാംഗ്ലൂർ, ബാംഗ്ലൂർ ടു ട്രിവാൻഡ്രം വരും. അപ്പോൾ നമ്മളുടെ അടിപൊളി ചന്ദ്രപൂർ ലൈഫ് ഭയങ്കര എക്സൈറ്റിംഗ് ആൻഡ് സൂപ്പർ ആയിരുന്നു അല്ലേ? ഇഷ്ടപ്പെട്ട കുറേ മെമ്മറീസും കൊണ്ടാണ് നമ്മൾ നേരെ കേരളയിലേക്ക് പോകുന്നത് അല്ലേ? അപ്പോ താങ്ക് യു സോ മച്ച് വിനോട്ട, നന്ദിത ചേച്ചി. നമ്മൾ ഇനിയും ഇതുപോലെ ടൈം കിട്ടുന്ന സമയത്ത് വരുന്നതായിരിക്കും. നമുക്ക് വീണ്ടും നിന്നിട്ട് ഒരുപാട് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാം. ടാറ്റാ, ബൈ. കണ്ടില്ല